കൊറോണ സമയത്ത് മിക്ക പടങ്ങളും ഡയറക്റ്റ് OTT ആയിരുന്നു. അപ്പോൾ അന്ന് ഹോട്ട്സ്റ്റാറിൽ റിലീസായിട്ടുള്ള സിനിമയാണ് ടാണാക്കാരൻ. നമ്മൾ ഒരുപാട് പോലീസ് സിനിമകൾ കണ്ടിട്ടുണ്ട്, പോലീസിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പല രീതിയിലുള്ള കഥകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ടാണാക്കാരൻ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. നിങ്ങൾ ടാണാക്കാരൻ എന്നുള്ള സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിലുണ്ടാവും. നല്ലൊരു സിനിമയായിരുന്നു. അപ്പോൾ ആ സിനിമയുടെ സംവിധാനം പുള്ളിയുടെ ആദ്യത്തെ പടമായിരുന്നു. പുള്ളിയുടെ പേര് തമിഴ് എന്നായിരുന്നു. അപ്പോൾ ഈ തമിഴ് എന്ന് പറയുന്ന അദ്ദേഹം തന്നെയാണ് ഈ സിറൈ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. പുള്ളി മാത്രമല്ല, ഈ സിനിമ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത് നിൽക്കുന്നത് സുരേഷ്, പുള്ളിയുടെ ആദ്യത്തെ പടമാണ്. അപ്പോൾ ഈ സുരേഷ് എന്നുള്ള ആളും തമിഴ്, ഇവർ രണ്ടുപേരും കൂടി കൊളാബറേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്ന തിരക്കഥയാണ് സിറൈ എന്നുള്ള സിനിമ. ടാണാക്കാരൻ പോലെ തന്നെ നമ്മൾ ഒരുപാട് കണ്ടിട്ടില്ല, അതായത് ഒരുപാട് കാണാത്ത കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പടം തന്നെയാണ് സിറൈ. ഇത്തവണ ഇവർ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രതികളുമായി കോടതിയിലേക്ക് പോകുന്ന എസ്കോർട്ട് ഡ്യൂട്ടിക്ക് പോകുന്ന കോൺസ്റ്റബിൾസ് ഉണ്ടാവും, ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ടാവും, പിന്നെ 2 കോൺസ്റ്റബിൾ. അപ്പോൾ അവരുടെ കഥ, ആ ഒരു പോലീസ് അല്ലെങ്കിൽ കോർട്ട് പ്രൊസീജിയർ തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് സിറൈ എന്ന് പറഞ്ഞ ഈ സിനിമ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നല്ല റെസ്പോൺസാണ് ഈ പടത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഈ പടം കാണാൻ തീരുമാനിച്ചതും. അപ്പോൾ ഈ റിവ്യൂസും അതൊന്നും പെയ്ഡ് ആയിരുന്നില്ല, അതെല്ലാം ജെന്യൂൻ ആയിട്ടുള്ള സംഭവം തന്നെയായിരുന്നു. ഈ വർഷം കണ്ട സിനിമകൾ നല്ലൊരു സിനിമ തന്നെയാണ് സിറൈ. വിക്രം പ്രഭു ആണ് നായകൻ. പുള്ളിക്കാരൻ ഒരു ഹെഡ് കോൺസ്റ്റബിളാണ്. അപ്പോൾ ഈ ഹെഡ് കോൺസ്റ്റബിൾ എസ്കോർട്ട് ഡ്യൂട്ടി പോകാൻ നേരത്തുണ്ടാവുന്ന അപകടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദ്യത്തെ ഒരു 15-20 മിനിറ്റിൽ തന്നെ ഇവർ കിഡിലനായിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്, നമ്മളെ പ്രേക്ഷകരിലേക്ക് കൃത്യമായിട്ട് ഇവർ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ വിക്രം പ്രഭു ചെയ്യുന്ന ഒരു കാര്യം, അതായത് എസ്കോർട്ട് പോകുമ്പോൾ സംഭവിക്കാവുന്ന ഒരു അപകടം, ആ അപകടത്തിലുണ്ടാവുന്ന പുള്ളിക്കാരൻ എടുക്കുന്ന ഒരു ഡിസിഷൻ, ആ ഡിസിഷൻ മൂലം പിന്നീട് പുള്ളിക്കാരൻ നേരിടേണ്ടി വരുന്ന നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ആ ഒരു എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി നേരിടുന്ന ഒരു നായകനാണ്. പുള്ളിയുടെ അടുത്തേക്കാണ് അബ്ദുൾ റൌഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യൻ, LK അക്ഷയ് കുമാർ എന്നാണ് ആ നടൻ്റെ പേര്. ആദ്യത്തെ പടമാണ്, പക്ഷേ കിടിലൻ പെർഫോമൻസ് ആണ്. അപ്പോൾ ഈ അബ്ദുൾ റൌഫ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു കോടതിയിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഈ കോടതി ഒരുപാട് ദൂരെയാണ്, അപ്പോൾ അവർക്ക് കുറേ ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ അബ്ദുൾ റൌഫിൻ്റെ ഓൾറെഡി ഉള്ള ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് എത്രയും വേഗം രക്ഷപ്പെട്ടു പോകും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഓൾറെഡി ഒരു പ്രശ്നത്തിലുള്ള നായകൻ്റെ അടുത്തേക്ക് ഈ ഒരു ക്യാരക്ടറിനോട് എത്തുമ്പോൾ പിന്നീട് എന്ത് സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സിറൈ എന്ന് പറയുന്ന ഈ സിനിമ പറയുന്നത്. അപ്പോൾ ഈ സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അബ്ദുൾ റൌഫ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, പുള്ളിക്കാരൻ, ആ ഒരു പയ്യൻ്റെ ലവ് സ്റ്റോറി തുടങ്ങിയ കാര്യങ്ങൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ വർഷം തന്നെ അജ്മൽ അമീർ നായകനായിട്ടുള്ള അക്യൂസ്ഡ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അക്യൂസ്ഡ് എന്ന് പറയുന്നത് ഒരു മഹാബോറം പടമാണ്. എനിക്ക് പെട്ടെന്ന് ആ പടമാണ് ഓർമ്മ വന്നത്. പെട്ടെന്ന് അയ്യോ ഇത് ആ പടം പോലെ ഉണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ തന്നെ എനിക്കിത് ടാണാക്കാരൻ എഴുതിയിരിക്കുന്ന ആൾക്കാർ എഴുതിയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു നല്ലതുണ്ടാവും എന്ന് വിചാരിച്ചു. ആൻഡ് ഓഫ് കോഴ്സ് ഇതൊരു നല്ല സിനിമയായിട്ട് തന്നെയാണ് അവസാനിക്കുന്നത്. ഇതിനകത്ത് ഈ അബ്ദുൾ റൌഫ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, പുള്ളിക്കാരൻ ഒരു ഇസ്ലാമോഫോബിയ ഉള്ള മുസ്ലിം ആയതിൻ്റെ പേരിൽ നേരിടേണ്ടി വരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഈ സിനിമ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് കൊടുത്തിരിക്കുന്ന, അതായത് ഈ സിനിമയിൽ 1-2 തവണയല്ല പല തവണ ഒരു രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവേചനമൊക്കെ ഓക്കെയാണ്, പക്ഷേ ഒരു പരിധി കഴിയുമ്പോഴേക്കും ഇരവാദമായിട്ട് ഫീൽ ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ ഒരു ഫീലാണ്. കാരണം ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രോങ് സീക്വൻസ് ഈ പടത്തിൽ വരുന്നുണ്ട്, പക്ഷേ ബാക്കി പിന്നീട് അങ്ങോട്ടേക്ക് വരുന്നതിനെല്ലാം പ്രോപ്പറായിട്ടുള്ള ഡയലോഗ്സും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അത് അത്ര സ്ട്രോങ് ആയിട്ട് അത്ര എഫക്റ്റീവായിട്ട് പോകാതെ ഡൈല്യൂട്ടായി പോകുന്നൊരു ഫീലാണ് എനിക്കുള്ളത്. കാരണം ഈ പടം കാണുമ്പോൾ ആദ്യത്തെ 1-2 സീക്വൻസ് കാണുമ്പോൾ ഓക്കെ എന്ന് പറയും, പക്ഷേ അത് തന്നെ വീണ്ടും 3-4 ആ ലെവലിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും ഒരു ഇരവാദം എന്ന് തോന്നും. അങ്ങനെ തോന്നരുതല്ലോ, കാരണം ജെന്യൂനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവുക എന്ന് പറയുമ്പോൾ ആ ഒരു എഫേർട്ടോടെ പോയില്ലേ. അപ്പം അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പോലീസ് കോർട്ട് പ്രൊസീജിയറൽ ഡ്രാമ എന്നുള്ള രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ കണക്കാക്കാം. ഈ സിനിമയിൽ പ്രധാനപ്പെട്ട എല്ലാ കഥാപാത്രങ്ങളും പോലീസുകാരാണല്ലോ. അപ്പോൾ ഈ പോലീസുകാരിൽ തന്നെ പല ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പോൾ പോലീസ് അതിൻ്റെ ആ ഒരു അഹങ്കാരം, ആ ഒരു ധാർഷ്ട്യം ജനങ്ങളോട് കാണിക്കുന്ന ഒരു പോലീസുകാരനുണ്ട്. എപ്പോൾ നോക്കിയാലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വേറൊരാളെന്ന് വെച്ചാൽ ഒരു ന്യൂട്രലായിട്ടാണ്, എന്നാലും അയാൾ അത്ര വലിയ പ്രശ്നക്കാരനല്ലെങ്കിൽ പോലും അയാളുടെ ഉള്ളിൽ ഓക്കെ ഞാൻ പോലീസുകാരനാണ്, ജനങ്ങൾ മുഴുവൻ എൻ്റെ മുമ്പിൽ ചെറുതാണ്, ആ ഒരു രീതിയിലുള്ളൊരു മനോഭാവമുണ്ട്. പിന്നെ ഈ പോലീസുകാരെന്നുള്ള ഒരു കൂട്ടം ആളുകൾ, അവരുടെ ഇടയിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ, അതൊക്കെ രസമായിട്ട് തന്നെ ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റിൽ ഇവർ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ കുറേ ഈ പോലീസുകാർ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന കുറേ ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചില സിനിമകളാണ് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അതായത് 2 പോലീസുകാർ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ പോകുന്നുണ്ട്. അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കണ്ടിരിക്കാൻ. പിന്നെ ഈ പയ്യൻ്റെ, ഈ അബ്ദുൾ റൌഫ് എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിൻ്റെ ലവ് സ്റ്റോറിയാണ് ഈ പടത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇമോഷണൽ കോർ എന്ന് പറയുന്നത്. അത് പെർഫെക്റ്റായിട്ട് ഓഡിയൻസായിട്ട് കണക്റ്റ് ആയാൽ മാത്രമാണ് ഈ സിനിമ മൊത്തത്തിൽ പ്രേക്ഷകർക്ക് കണക്റ്റ് ആവുള്ളൂ. അത് അവർക്ക് അറിയാം. അപ്പോൾ ഇതൊരു ഫ്ലാഷ് ബാക്ക് സീക്വൻസ് ആ രീതിയിലൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ആ ഒരു ലവ് സ്റ്റോറി ഇതൊരു പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന അനിഷ്മയാണ് മരണമാസിലും പിന്നെ അയാം കാതലനിലൊക്കെ ഉള്ള പുള്ളിക്കാരിയുടെ ആദ്യത്തെ തമിഴ് പടമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പെർഫോമൻസ് അത്ര സ്ട്രോങ് ആയതുകൊണ്ട്, കിടിലനായതുകൊണ്ട് തന്നെ ഈ ഒരു ഇമോഷണൽ കണക്റ്റും കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും, പടം കാണുന്ന എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അത് ഈ സിനിമയുടെ ഫൈനൽ ആക്ടിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഇനി ഈ സിനിമയിലെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വിക്രം പ്രഭുവിൻ്റെ കിഡിലൻ ക്യാരക്ടറാണ്. ഇത് പുള്ളി കിഡിലനായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇങ്ങനെ മേലുദ്യോഗസ്ഥരുടെ മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്ന അങ്ങനെയൊന്നുമല്ല. എന്നാൽ പുള്ളിക്ക് ബാക്കി എല്ലാവരോടും ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കിഡിലൻ ക്യാരക്ടറാണ്. നമുക്ക് ഈ പടം കാണുമ്പോൾ തന്നെ ആ വിക്രം പ്രഭുവിൻ്റെ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരു പോലീസുകാരൻ എന്നുള്ള രീതിയിൽ ജനങ്ങളോട് എങ്ങനെ പെരുമാറണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇതിനകത്ത് LK അക്ഷയ് കുമാർ എന്നാണ് ആ പയ്യൻ്റെ പേര് എഴുതി കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ പടമാണ്, പക്ഷേ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നല്ല ഗംഭീരമായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. അനിഷ്മയാണ് കൂടെ ഉള്ളത്. ഇപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രി, പിന്നെ ഇവരുടെ ഇമോഷണൽ സീക്വൻസിലൊക്കെ ഇവരുടെ പെർഫോമൻസ്, ആ ഒരു ഇമോഷണൽ കണക്റ്റ് പ്രേക്ഷകർക്ക് കിട്ടാൻ വേണ്ടി ഇവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ പോലീസുകാരുണ്ട്, കുറേ ചൊറിയൻ പോലീസുകാരുണ്ട്, പിന്നെ ബാക്കിയുള്ള ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, ജഡ്ജിമാരായിട്ട് കുറച്ച് പേര് വരുന്നുണ്ട്. പെർഫോമൻസ് ഈ പടത്തിൽ വന്നു പോകുന്ന എല്ലാവരും, ചെറിയ ക്യാരക്ടേഴ്സ് വലിയ ക്യാരക്ടർ, എല്ലാവരും കിഡിലൻ പെർഫോമൻസ് തന്നെയാണ്. പിന്നെ ടെക്നിക്കലി പക്കയാണ് ഈ പടം. ജസ്റ്റിൻ പ്രഭാകരൻ്റെ മ്യൂസിക്, പിന്നെ BGM. ഇതിൻ്റെ BGM എന്ന് പറയുന്ന ചില സീക്വൻസ് മുഴുവൻ നമ്മളെ നല്ല രീതിയിൽ ടെൻഷൻ ബിൽഡ് ചെയ്ത് ടെൻഷൻ അടിപ്പിച്ചതിന് മുമ്പോട്ട് കൊണ്ടുപോകും. പിന്നെ നമ്മളെ ഇമോഷണലി നമ്മളെ വൾണറബിൾ ആക്കുന്ന കുറേ സീക്വൻസ് ഉണ്ട്. ഈ സിനിമയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ ഇമോഷൻസ് നല്ല രീതിയിൽ ചൂഷണം ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. കാരണം ആ രീതിയിലാണ് വരുന്നത്. ഫിലോമിൻ രാജാണ് എഡിറ്റിങ്. അപ്പോൾ എഡിറ്റിങ്ങും സീക്വൻസൊക്കെ ഇങ്ങനെ ക്രിസ്പായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്രേക്ഷകരുടെ ആ ഒരു ഇമോഷൻസ് ഇവർ നല്ല രീതിയിൽ ചൂഷണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് നൽകി പടം അവസാനിക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമ എൻഗേജിങ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിലെ ഒരു 15-20 മിനിറ്റിൽ ആ വിക്രം പ്രഭുവിൻ്റെ ആ ഒരു സീക്വൻസ് കാണുമ്പോൾ തന്നെ നമ്മൾ ഈ പടത്തിലേക്ക് സെറ്റ് ആവുന്നുണ്ട്. പിന്നീട് ഈ അബ്ദുൾ റൌഫിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ ലവ് സ്റ്റോറി എന്നൊക്കെ നമ്മൾ എപ്പോഴും കണ്ട സീക്വൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇവരുടെ ആ ഒരു പെർഫോമൻസ് കൊണ്ട് നമുക്ക് പടത്തിനോട് വീണ്ടും കണക്ഷൻ വരുന്നു തോന്നുന്നുണ്ട്. ഈ കഥാപാത്രങ്ങളോട് നമുക്കൊരു കണക്ഷൻ തോന്നുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് അവസാനത്തെ ഒരു 10-15 മിനിറ്റിലൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താവും എന്നുള്ള ഒരു ടെൻഷൻ ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് വന്നിട്ട് പിന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവത്തിൽ ഒരു മനസ്സിനൊരു ഭാരം ഉണ്ടാവും നമുക്ക് ഈ പടം കാണുമ്പോൾ. അത് ശരിക്കും ഇങ്ങനെയുള്ള ഇപ്പോൾ വിസാരണ പോലുള്ള ഭയങ്കര ഒരു ട്രാജിക് അങ്ങനെയുള്ള സംഭവമൊന്നും അല്ല കേട്ടോ ഈ പടം. ഞാൻ ക്ലൈമാക്സിൻ്റെ ഭാഗത്തേക്ക് ഞാൻ പോകുന്നേ ഇല്ല. പക്ഷേ ഈ പടം കണ്ടിറങ്ങുമ്പോൾ നമുക്കൊരു തൃപ്തി ഉണ്ടാവും, അത് ഉറപ്പാണ്. തമിഴിൽ ഈ കൊല്ലം കുറേ ചെറിയ പടങ്ങൾ, ചെറിയ ബഡ്ജറ്റിൽ വരുന്ന പടങ്ങളെല്ലാം ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഹിറ്റാവേണ്ട ഒരു സിനിമ തന്നെയാണ് സിറൈ. ആക്ച്വലി ഈ സിറൈ എന്നുള്ളത് സാധാരണ ആൾക്കാർ കാണേണ്ട സിനിമയല്ല. ഇത് ശരിക്കും പോലീസുകാർ കാണേണ്ട സിനിമയാണ്. ഒരു പോലീസ് ആസ് എ റെസ്പോൺസിബിൾ പോലീസ്മാൻ സമൂഹത്തിൽ എങ്ങനെ ജനങ്ങളോട് എങ്ങനെ പെരുമാറണം, അപ്പോൾ നിയമം അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും, സാധാരണക്കാരെ എങ്ങനെ പോലീസുകാർ സഹായിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്ന വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഫിലിമാണ്. ഇതിനകത്ത് ഇസ്ലാമോഫോബിയനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളിൽ അവർ ജെന്യുവനായിട്ട് ചെയ്ത കാര്യം വേണ്ട രീതിയിൽ വർക്കായിട്ടില്ല എന്നുള്ളൊരു കുറവ് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് വൈസ് ആണെങ്കിലും ടെക്നിക്കലി ആണെന്നുണ്ടെങ്കിലും ഒരു സിനിമ ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് ആസ് എ ഗുഡ് മെസ്സേജ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും സിറൈ എന്നുള്ള ഈ പടം ഒരു നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് വീക്കെൻഡ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ ഉണ്ടാവുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഈ പടം കാണാൻ ആളുകൾ തീരെ കുറവാണ്. അപ്പോൾ പറ്റിയാൽ വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസങ്ങളിൽ തന്നെ ഈ പടം കാണാൻ ശ്രമിക്കുക.